മനു തോമസിന് വക്കീൽ നോട്ടീസ് അയച്ച പി ജയരാജന്റെ മകൻ ജെയിൻ രാജ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് ജെയിൻ രാജ് എന്ന മനു തോമസിന്റെ ആരോപണത്തിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. തനിക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമില്ല, റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായി ബന്ധമില്ലെന്നും ജെയിൻ രാജ് പറയുന്നു. അഡ്വക്കേറ്റ് വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെയധികം ഗുരുതരമായ ആരോപണങ്ങളാണ് മനു തോമസ് പുറത്തുവിട്ടത് ഫേസ്ബുക്ക് പേജിലൂടെ. എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ജെയിൻ രാജ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, നേരത്തെ തന്നെ ജയരാജനെതിരെ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനമായിരുന്നു മനു തോമസ് ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല ജയരാജന്റെ മകനെതിരെ ജെയിൻ രാജിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനം ഇത്തരത്തിൽ മനു തോമസ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജെയിൻ രാജ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് ജെയിൻ രാജ് എന്ന നേരത്തെ തന്നെ മനു തോമസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. മാത്രമല്ല താൻ കൊട്ടേഷൻ സംഘത്തിന്റെ കൂടെയുള്ള ആളല്ല എന്നുള്ളത് കൂടി ഇത്തരത്തിൽ ജയരാജന്റെ മകൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഫേസ്ബുക്കിലടക്കം ജയരാജനെതിരെ രൂക്ഷ വിമർശനമാണ് ഇത്തരത്തിൽ മനു തോമസ് ഉന്നയിച്ചത്. അതായത് ഇത്തരത്തിൽ ഈ ക്വാറി മാഫിയകളുമായി ബന്ധമുണ്ട്, അതായത് ജയരാജന് ബന്ധമുണ്ട് എന്നുള്ളതടക്കം ഇത്തരത്തിൽ മനു തോമസ് പരാമർശിച്ചിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ അർജുൻ ആയങ്കി അടക്കമുള്ളവർ അല്ലെങ്കിൽ ആകാശ് തിലങ്കേരി അടക്കമുള്ളവർ ജയരാജന് പിന്തുണയുമായി അല്ലെങ്കിൽ മനു തോമസിന് എതിരായി രംഗത്ത് വന്നിട്ടുള്ളത്. അതേ തുടർന്ന് പിന്നീട് മനു തോമസ് തിരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇത്തരത്തിൽ ജയരാജനെ പറയുമ്പോൾ എന്തിനാണ് ആകാശ് തില്ലങ്കേരിയും അതുപോലെ തന്നെ അർജുൻ ആയങ്കിയും അടക്കമുള്ളവർ പുറത്തേക്ക് വരുന്നത്, എന്തിനാണ് അവർ തന്നോട് ഇത്തരത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ മനു തോമസ് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ തന്റെ രോഷം അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ജയരാജന്റെ മകൻ പി ജയരാജന്റെ മകൻ അയക്കുന്നത്. എന്തിനാൽ തന്നെയും ഇതുവരെയും പാർട്ടി നേതൃത്വം ഇതുമായി സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതായത് ഇത്രത്തോളമായി ജയരാജനെതിരെ, അതായത് പാർട്ടിയുടെ സമന്വയനായ നേതാവാണ്, കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ആ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല ആ പാർട്ടിക്ക് ഈ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട്, മാത്രമല്ല കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട്, TP വധമടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഒന്നും നടന്നത് വിപ്ലവമല്ല, അവിടെയൊക്കെ നടന്നത് വൈകൃതമാണ് എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം. അത്തരത്തിലുള്ള വളരെയധികം ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് മനു തോമസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ മുന്നോട്ട് വെച്ചത്. അതിലേറെ പ്രധാനമർഹിക്കുന്ന കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ഗുരുതരമായൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ കൃത്യമായൊരു മറുപടി നൽകാനായി CPM തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുറത്തു വന്ന മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഓരോന്നും എടുത്തു പറയുന്നത് ഈ ഒരു ഗുരുതരമായൊരു കാര്യങ്ങൾ തന്നെയാണ്. മുൻപ് CPM തള്ളിയതും അല്ലെങ്കിൽ ന്യായീകരിച്ചതുമായുള്ള നിരവധി വിഷയങ്ങളെ TP ചന്ദ്രശേഖരൻ വധക്കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് മനു തോമസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അർജുൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. അർജുൻ, എന്തു തന്നെയായാലും എന്തുകൊണ്ട് CPM ഈ ഒരു ആരോപണങ്ങളോട് മൗനം പാലിക്കുന്നു? അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയരുന്നത്? തീർച്ചയായും വിഷ്ണു, ഇത് തന്നെയാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും അടക്കം CPMനോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മറുപടി നൽകാത്തത്? അതായത് CPMും ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി വല്ല ബന്ധമുണ്ടോ, അതുകൊണ്ടാണോ ഇത്തരത്തിൽ മറുപടി പറയാത്തത് എന്ന് അടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. മാത്രമല്ല DCC പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ് ഇന്ന് ഈ ഇദ്ദേഹത്തെ, അതായത് മനു തോമസിന്റെ തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതിനാണ് മനു തോമസിനെ ക്രൂശിക്കുന്നത്. സ്വാഭാവികമായിട്ടും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. തന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് മനു തോമസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനു തോമസ് പുറത്തേക്ക് വരികയാണെങ്കിൽ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്തിനാൽ തന്നെയും ഇതുവരെയും CPM നേതൃത്വം ഇതിനെ പ്രതികരിക്കാത്തത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അണികൾക്കിടയിൽ അടക്കം അത് വലിയ ഒരു ചർച്ചയാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതായത് പി ജയരാജനെതിരെ ഇത്രയും വലിയ ഒരു ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല ജയരാജൻ
ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത്, അതായത് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് മനു തോമസ് ഉയർത്തിയത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ക്വാറി മാഫിയകളുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ജയരാജൻ എന്ന് പറയുന്നു. അതായത് ക്വാറി മാഫിയയ്ക്ക് വേണ്ടി ആ പ്രദേശങ്ങളിൽ സ്വന്തം റിസ്കിൽ പാർട്ടി സെക്രട്ടറിമാരെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ജയരാജൻ എന്ന് പറയുന്ന ഒരു ആരോപണം, വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് മനു തോമസ് ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല ഈ കൊട്ടേഷൻ സംഘവുമായി അർജുൻ ആയങ്കിയുമായൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ആകാശ് തില്ലങ്കേരിയുമായൊക്കെ ഇത്തരത്തിലുള്ള ബന്ധം പാർട്ടിക്ക് ഉണ്ടെന്നുള്ളത് അടക്കം സൂചിപ്പിക്കുന്ന പോസ്റ്റുകളാണ് നേരത്തെ ഇത്തരത്തിൽ ഇട്ടിരുന്നത്, അതായത് മനു തോമസ് ഇട്ടിരുന്നത്. മാത്രമല്ല ഈ TP വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് വൈകൃതമായ കാര്യമാണ് നടന്നതെന്നുള്ള അടക്കം, അല്ലെങ്കിൽ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട് വൈകൃതമാണ് നടന്നത്, അവിടെ ഒരിക്കലും വിപ്ലവമല്ല നടന്നത് എന്നുള്ള അടക്കം പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഈ കാര്യത്തിൽ മിണ്ടാതെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ MV ഗോവിന്ദന് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ കൃത്യമായ പരാമർശമുണ്ട്. ഷാജിർ അടക്കമുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും ഷാജിറും ഉൾപ്പെടെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള മറുപടിയും ഈ കത്തിലും ഇതുവരെയും MV ഗോവിന്ദനോ അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റ് സമുന്നതരായ നേതാക്കളോ നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യെസ്, അത് തന്നെയാണ്. ഇനിയും നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായൊരു മറുപടി എന്തുകൊണ്ട് CPM നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി മറുവശത്ത് ഉയരുകയാണ്. അർജുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.